പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞല്ലോ എല്ലാവരും BTHും പിന്നെന്താ MTHും ഒക്കെ കാണുമായിരിക്കും അല്ലേ പാസ്റ്റർ? അപ്പോൾ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പാസ്റ്റർ ചോദിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, BTHോ MTHോ ആകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളൊരു ബൈബിൾ കോളേജ് തുടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ പാസ്റ്റർ തുടങ്ങി കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒന്ന് ചെയ്താലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന ഈ കാര്യം എന്ന് പറഞ്ഞാൽ 2 തിമോത്തിയോസ് 2:2 അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരാളെ നിന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് പറയുന്നത്, നീ എന്നോട് കേട്ടത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക, അവർ പോയി വേറെ ആൾക്കാരെ പഠിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ചെയ്യുന്ന കോഴ്സ് ഇവിടെ നടക്കുന്നത്. ഇതൊരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ കിട്ടാനല്ല. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഡിസൈപ്പിൾഷിപ്പ് അല്ലെങ്കിൽ ശിഷ്യത്വം. അതായത് ഞങ്ങളിപ്പോൾ ഇവിടെ വരുന്നു, ഞങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ഏറ്റെടുത്ത് നിങ്ങളുടെ ആൾക്കാരെയും, ഇവിടെ അടുത്ത് ഇഷ്ടം പോലെ ചർച്ചകളുണ്ടല്ലോ അല്ലേ പാസ്റ്റർ? ഇഷ്ടം പോലെ ചർച്ചുണ്ട്, അവിടെ എല്ലാം പോയി ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം ഇത് നമ്മൾ ഇന്നിപ്പം എനിക്ക് നിങ്ങളോടൊരു ചെറിയ കുറച്ച് മിനിറ്റുകൾ മാത്രം ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. മോൻ ഓണാക്കിക്കാം. ഈ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് പിസിദ്യയിലെ അന്ത്യോക്യ സഭയാണ്. ഐ എം വെരി സോറി, എൻ്റെ പ്രസൻറ്റേഷൻ ഇംഗ്ലീഷിലാണ്, പക്ഷെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ചില വസ്തുതകളാണ് നമ്മളവിടെ കാണുന്നത്. പിസിദ്യയിലെ അന്ത്യോക്യ സഭയെക്കുറിച്ച് ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ബൈബിളിൽ നമ്മൾ എവിടെയാണ് കാണുന്നതെന്ന്? അപ്പോസ്തല പ്രവൃത്തി. വെരി ഗുഡ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. പൗലോസ് അവിടെ ഒരു സിനഗോഗിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരോടൊക്കെ സുവിശേഷം പറയുകയും അപ്പോസ്തലനായ പൗലോസിൻ്റെ വളരെ ഫേമസ് ആയ ഒരു പ്രസംഗം അല്ലേ അവിടെ ഉണ്ടല്ലോ അല്ലേ, പഴയ ചരിത്രമെല്ലാം പറഞ്ഞിട്ട്, അത് ശരിക്കും പിസിദ്യയിലെ സിനഗോഗിലായിരുന്നു. അവിടെ നിന്ന് പലരും വിശ്വാസത്തിൽ വരികയും അല്പം കാലത്തിന് ശേഷം ഉണ്ടായ സഭയാണ്. ഇന്ന് അതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നില്ലേ? ഇന്ന് ഇതാണ് കാണുന്നത്. ഇനി ഈ കാണുന്നത് എന്താണ്? അടുത്ത പടം നോക്കിയേ. ഇതാണ് എല്ലാവരും നമ്മുടെ ഹൃദയത്തിലെ പ്രിയപ്പെട്ട കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എഴുതിയിരിക്കുന്ന സ്ഥലത്തെ സഭ. കല്ല് പോലും ബാക്കിയില്ല. അവിടെ കണ്ട ഒരു കുന്ന് മാത്രമേ ഉള്ളൂ ബാക്കി. അവിടെ ഒരു ബോർഡ് മാത്രം വെച്ചിരിക്കുക. ഈ സഭ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആർക്കിയോളജിസ്റ്റുകൾ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊന്നും ഗൂഗിൾ ഫോട്ടോ അല്ല കേട്ടോ, ഇത് പോയ ആൾ എടുത്തിരിക്കുന്ന ഫോട്ടോ ആണേ. എനിക്ക് കൺട്രോളില്ല. ഇതാണ് ഫിലദൽഫിയയിലെ സഭ. ഇതെവിടെയാണ് നമ്മൾ കാണുന്ന ഫിലദൽഫിയയിലെ സഭ? വെളിപാട് പുസ്തകത്തിൽ അല്ലേ? ഈ സ്ഥലത്തിൻ്റെ പേര് ആല ഷഹീർ എന്നാണ് ശരിക്കും ഇപ്പോൾ മോഡേൺ സമയത്ത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണ്ട സഭയാണ് പിസിദ്യയിലെ സഭ. രണ്ടാമത്തെ സഭ ഏത് സഭയായിരുന്നു? കൊലോസിലെ സഭ, ഫിലദൽഫിയയിലെ സഭ. ഇതെല്ലാം ഇന്ന് എവിടെയാണെന്നുള്ള നമ്മളെ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ടർക്കി എന്ന് പറയുന്ന രാജ്യത്താണ് ഈ സ്ഥലങ്ങളെല്ലാം ഉള്ളത്. ഈ ഫിലദൽഫിയയിലെ സഭ ഒന്ന് നോക്കിക്കുക നിങ്ങൾ. അതിൻ്റെ ഒരു കോളം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. പിന്നെ കുറച്ച് കല്ലുകളും ഉണ്ട് അവിടെ. ഇനി ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത വീഡിയോ ഒക്കെ കാണാം. അതിൻ്റെ ഈ കോളത്തിൻ്റെ സൈസ് നമ്മൾ കോളം എന്ന് പറഞ്ഞാൽ വലിയ തൂണിനെയാണല്ലോ നമ്മളങ്ങനെ പറയുന്നത്. അതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ സഭ ശരിക്കും വലിയൊരു സഭയായിരുന്നു. കാരണം ഒരു ഒറ്റ കോളമാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ന് അതിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിനകത്തൂടെ നോക്കുമ്പോൾ നമുക്ക് മോസ്ക് കാണാം അല്ലേ? ആ സഭയുടെ കോളത്തിനകത്തൂടെ ആരോ എടുത്തിരിക്കുന്ന ഫോട്ടോ. ഇത് ടർക്കി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മാപ്പാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എനിക്കറിയില്ല. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ശതമാനം എന്ന് പറഞ്ഞാൽ ഇന്ന് 0.21%. ഇവാഞ്ചലിക്കൽസ് അല്ലെങ്കിൽ നമുക്ക് വിശ്വാസികൾ, നമ്മളെപ്പോലെ ബോൺ അഗെയിനായി രക്ഷിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ശതമാനം ഒന്ന് നോക്കിക്കേ,
7267, അതായത് 0.0 അത്രേ വരുന്നുള്ളൂ ശതമാനം. മുസ്ലിംസിൻ്റെ ശതമാനം എത്രയാണ്? 96.6. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ്. ഈ സ്ഥലത്താണ് ഈ തുർക്കി ഇന്നിപ്പോൾ നമ്മൾ കണ്ട 0.0% വിശ്വാസികളുള്ള സ്ഥലത്തും 96% ഉള്ള ആളുകളുടെ സ്ഥലത്തുമാണ് അപ്പോസ്തലനായ യോഹന്നാൻ്റെ ശവകുടീരം ഇരിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ്റെ ശരീരം ഇന്നത്തെ മോഡേൺ ഡേ ടർക്കിയിൽ സെൽത്തുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ഈ സ്ഥലം നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ 2000 വർഷം മുമ്പ് ഈ സ്ഥലം മുഴുവനായിട്ടും പൗലോസും തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും ചേർന്ന് പൂർണ്ണമായും സുവിശേഷീകരിച്ച സ്ഥലമാണ്. കാരണം അത് റോമർക്ക് എഴുതിയ ലേഖനം 15:19-23 പൗലോസ് പറയുന്നുണ്ട്, ഇവിടെയുള്ള എൻ്റെ വേല മുഴുവൻ തീർന്നു, ഇനി ഞാൻ ഓർക്കുന്നില്ല ആ വാക്യം, പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെന്നുള്ള. 1 പത്രോസ് 1:1 നമ്മൾ വായിച്ചാൽ കാണാം, പത്രോസും ഇവിടെ സുവിശേഷീകരണം നടത്തിയിട്ടുണ്ട്, ലൂക്കോസ് സുവിശേഷീകരണം നടത്തിയിട്ടുണ്ട്, യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷീകരണം നടത്തിയിട്ടുണ്ട്, ഫിലിപ്പോസ് സുവിശേഷീകരണം നടത്തിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്ത സ്ഥലമാണിത്. ഇവിടെ തന്നെയാണ് അപ്പോസ്തലനായ നമ്മുടെ ഫിലിപ്പിൻ്റെ ശവകുടീരം ഇരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ടർക്കിയിലെ ഹിറാപ്പൊലിസ് എന്ന് പറയുന്ന സ്ഥലമാണിത്. അവിടെയാണ് ഫിലിപ്പിൻ്റെ ശവകുടീരം ഇരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സ്ഥലത്ത് തന്നെ, ഈ ടർക്കിയിൽ തന്നെയാണ് പോളികാർപ്പിനെ കൊന്നത്. പോളികാർപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം വളരെ വിശ്വസ്തനായൊരു ദൈവദാസനായിരുന്നു. സ്മിർണയിലെ ബിഷപ്പായിരുന്നു. ഈ സ്മിർണ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ വെളിപ്പാട് പുസ്തകത്തിൽ? അതാണ് പുതിയതായ ടർക്കിയിലെ ഇസ്മീർ എന്ന് പറയുന്ന സ്ഥലം. ഈ ഇസ്മീറിലെ ബിഷപ്പായിരുന്നു ഈ പോളികാർപ്പ്. പോളികാർപ്പിൻ്റെ 86 വയസ്സിലാണ് പോളികാർപ്പ് രക്തസാക്ഷിയായത്. അദ്ദേഹത്തോട് സീസറിനെ കർത്താവെന്ന് പറയാൻ മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പല കഥകളുണ്ട്. അതിൽ ഒരു വേർഷൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തീ കത്തിച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നപ്പം തീ കൊടുത്തു കഴിഞ്ഞപ്പോൾ തീ അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിൽ ആർച്ച് പോലെ നിന്നു എന്നും, അങ്ങനെ ആ തീ അദ്ദേഹത്തിന് പിടിച്ചില്ലെന്നും, അപ്പോൾ അവർ സ്റ്റാബ് ചെയ്ത് കത്തി വെച്ച് കുത്തിയാണ് കൊന്നത്. അപ്പോൾ ഇതും നമ്മൾ കാണുന്നത് ഈ ടർക്കിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയത് ലൂക്കോസ് സുവിശേഷം നടത്തു, യോഹന്നാൻ സുവിശേഷീകരണം നടത്തി, ഫിലിപ്പ് അവിടെ സുവിശേഷീകരണം നടത്തി, പോളികാർപ്പ് അവിടെ വർക്ക് ചെയ്തു, പോളികാർപ്പിനെ സ്ഥലത്ത് വെച്ച് കൊന്നു. അപ്പോൾ നമുക്കിതിനെ ഒരു ക്രിസ്ത്യാനിറ്റീൻ്റെ സെൻറ്ററായിരുന്നു ടർക്കി. ഇന്ന് നമ്മൾ എന്താ കണ്ടത്? 96.6% മുസ്ലിങ്ങളുള്ള ടർക്കി. നമ്മൾ നോക്കിക്കുക, നമ്മളെ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിലെല്ലാം നമ്മൾ കാണുന്ന സകല സഭകളും ഇരിക്കുന്നത് എവിടെയായിരുന്നു? ടർക്കിയിലായിരുന്നു. ഇത് ടർക്കിയിൽ 2000 വർഷം മുമ്പുണ്ടായിരുന്ന ഹഗിയ സോഫിയ എന്ന് പറയുന്ന പള്ളിയാണ്. ഹഗിയ സോഫിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഹോളി വിസ്ഡം. അതായത് ഹോളി വിസ്ഡം വിശുദ്ധ അല്ലെങ്കിൽ പരിശുദ്ധനെ കുറിച്ചുള്ള ജ്ഞാനം. ആക്ച്വലി വിശുദ്ധ ജ്ഞാനം, ഹോളി വിസ്ഡം എന്ന് പറയുന്നത് ആ ചർച്ചിനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹോളി വിസ്ഡം ചർച്ച് എന്നും പറഞ്ഞിട്ട്. അതാണ് സെയിൻറ്റ് സോഫിയ അല്ലെങ്കിൽ ഹേഗിയ സോഫിയ. ഹേഗിയ എന്ന് പറഞ്ഞാൽ ഹോളി, സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ചർച്ചാണിത്. ഇതിൻ്റെ ആ ഡോം നിങ്ങൾ കണ്ടില്ലേ? അതൊരു ലോകത്തിലെ ഒരു ആർക്കിടെക്ചർ വണ്ടറായിരുന്നു, ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഖുറാനാണ് അതിനകത്തെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. ഇത് സ്വർണം കൊണ്ട് പൂശിയതായിരുന്നു. അവിടെ എല്ലാം പോയി. 300 എനിക്ക് കറക്റ്റായി എഴുതി ഓർമ്മയില്ല, ആ വർഷങ്ങളിൽ 300-ലുണ്ടായിരുന്ന പണിതതാണ്. 560 അത് ഈ നമ്മൾ കാണുന്ന ആ അവസ്ഥയിലേക്ക് പോയി. പുറകിലേക്ക് പോവോ? ഇപ്പം നമ്മൾ ആ പടം നോക്കിക്കാൻ നിങ്ങൾ 4 മിനാറത്ത് കണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ 1456-3 എങ്ങാനും
ഇത് മോസ്ക് ആക്കിയപ്പം പണിതതാണ്. ഒറിജിനലി ആ 4 മിനാരത്ത് അതിനില്ലായിരുന്നു. ആ മിനാരത്ത് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ, ആ ഇങ്ങനെ നിൽക്കുന്ന സാധനം, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിന് ശേഷം 1940 എത്രയോയിൽ ഇതിനെ ഒരു മ്യൂസിയമാക്കി. പക്ഷേ 2020 ഇത് വീണ്ടും മോസ്കായി. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ വർക്ക് ചെയ്ത സ്ഥലം ഇന്നിപ്പം ഈ അവസ്ഥയിലാണ്. ഒന്നുകൂടെ അപ്പം ഒന്നുകൂടെ പോട്ടെ. ഇപ്പം 2000 വർഷത്തിന് ശേഷം യോഹന്നാനും ഫിലിപ്പോസും പൗലോസും പത്രോസും എല്ലാവരും ഇവിടെ വർക്ക് ചെയ്തു. എന്നിട്ട് 2000 വർഷത്തിന് ശേഷം എന്താ ഉള്ളത്? അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാനിറ്റി, മലയാളത്തിൽ നമ്മൾ എന്തു പറയും? മായ, ഒന്നുമില്ലായ്മയായി, ഒന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഇവർ ഒന്നുകൂടെ പോയിക്കോ. ഇവർ ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന എന്താ വെച്ചാൽ ഇവരൊക്കെ ആരാ? ഇവരുടെ മുമ്പിൽ നമ്മളാരാ? അല്ലേ? അപ്പോസ്തലനായ പൗലോസും പത്രോസും യോഹന്നാനും ഫിലിപ്പോസും അവരൊക്കെ ആരാ? അവരുടെ മുന്നിൽ ആരാ? ഇത്രയും കഷ്ടപ്പെട്ട് ജീവൻ ഒഴുക്കിയ ഇവരുടെ മിനിസ്ട്രി, ഇവരുടെ സഭകൾ ഇങ്ങനെ ആയിത്തീരുമെങ്കിൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായിത്തീരും? അതാണ് പാസ്റ്റർ നിങ്ങളോട് ചോദിച്ചത്, അടുത്ത തലമുറ എവിടെയെന്ന്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ, നമ്മൾ വചനം പഠിച്ചില്ലെങ്കിൽ, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തായിത്തീരും? അതാണ് ആ ചോദ്യചിഹ്നം. ഇന്നത്തെ ക്രിസ്ത്യൻ കൺട്രികളുടെ വസ്തുതയാണ് ഇനി നമ്മൾ കാണാൻ പോണേ. ഇപ്പോൾ ഇത് നോക്കിക്കുക, ഇതാണ് യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ലോകം മുഴുവൻ മിഷണറികളെ അയച്ചിരുന്ന സ്ഥലമാണ് അല്ലേ? ഇന്ന് അവിടുത്തെ വിശ്വാസികളുടെ ശതമാനം നിങ്ങൾ കാണുന്നുണ്ടോ? 2.5%. 2.5% മാത്രം. അടുത്ത സ്ലൈഡ്. ഇനി ഇത് നോർത്ത് അമേരിക്കയിൽ കുറച്ചും കൂടെ ഹൈ ആണ്. വിശ്വാസികളെന്ന് പറയുന്നത് 26.8%. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പോട്ടെ. അപ്പം നമുക്ക് ചോദിക്കാം, ഇത്രയും ഇവർ രക്തസാക്ഷിത്വം എടുത്ത് ഇത്രയും രക്തമൊഴുക്കിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുമെന്ന് ഈ അപ്പോസ്തലന്മാർക്ക് അറിയാമായിരുന്നു? അല്ല ഇവർക്കെല്ലാവർക്കും എന്തോ മണ്ടത്തരം പറ്റിയോ? നമ്മളെ തന്നെ നമ്മൾ നോക്കിക്കാം. നിങ്ങളിൽ പലരും തന്നെ നിങ്ങളുടെ ഫുൾ ലൈഫ് നിങ്ങൾ ചർച്ചിൽ വേല ചെയ്യുവാനും സഭയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും നിൽക്കുവാൻ വേണ്ടിയുള്ളവരാണ് അല്ലേ? അപ്പോൾ ഇവർക്കെന്താ ഇതൊന്നും അറിയില്ലായിരുന്നു? നമുക്ക് നോക്കാം ബൈബിളിൽ എന്താ പറയുന്നതെന്ന്. മലയാളം ബൈബിൾ വായിച്ചു തരുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 20:28. എന്തോ പറ്റി? നിങ്ങളെ തന്നെയും, ഒരു മിനിറ്റ്, ആ സ്ലൈഡ് ഒന്ന് വന്നോട്ടെ. ഒരു മിനിറ്റ് വായിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ AD 58 തന്നെ ഇവർക്ക് പല വാർണിങ്ങും കൊടുത്തിട്ടുണ്ട്. വാർണിങ്ങിന് എന്താ പറയുക? മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. 90 നമ്മൾ നോക്കിയാൽ യോഹന്നാനും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുന്നോട്ട് അടുത്ത സ്ലൈഡ് പോവാം. അവിടെ നമുക്ക് കാണാം അപ്പോസ്തലന്മാർക്ക് ഇത് അറിയാമായിരുന്നോ എന്നുള്ള. അപ്പോസ്തല പ്രവൃത്തി 20:28 എന്താ പറയുന്നത്? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. ആട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ചുകൊള്ളുവാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് പുതിയ കാര്യമല്ല. അടുത്ത സ്ലൈഡ്. അപ്പോസ്തല പ്രവൃത്തി 20:29 തൊട്ട് താഴത്തെ വാക്യം എന്താ പറയുന്ന സിസ്റ്റർ ഒന്ന് വായിച്ച്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. പൗലോസ് എന്താ പറഞ്ഞു? കൊടിയ ചെന്നായ്ക്കൾ വരുന്നു പറഞ്ഞു. ഇനി 20:30 ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന വിപരീതോപദേശം വരുന്നു പറഞ്ഞു. 40 വർഷത്തിന് ശേഷം പൗലോസ് പോയി കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം ആരാണ് പിന്നെ സംസാരിക്കുന്നത്? യോഹന്നാൻ പറഞ്ഞു.
യോഹന്നാൻ വെളിപാട് പുസ്തകം 2-ാം അധ്യായം 2:6 എന്താണ് പറയുന്നത്? 2 വായിക്കോ സിസ്റ്റർ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 2:9 എന്താ പറയുന്നതെന്ന് വായിക്കോ സിസ്റ്റർ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കേ, യോഹന്നാനും ഇതേപോലെ തന്നെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പലരും വരുമെന്ന്. ഇനിയും നമ്മുടെ വെളിപ്പാട് പുസ്തകം 2:14-15 അത് വായിക്കണം എന്നില്ല, നമുക്ക് സമയം നോക്കാൻ വേണ്ടി ഞാൻ പറയാം. അവിടെ നമുക്കറിയാം അല്ലേ, ബാലാമിൻ്റെ ഉപദേശം, നിക്കൊലോവിയരുടെ ഉപദേശം, ഇതെല്ലാം വരുമെന്ന് യോഹന്നാൻ അവിടെ വാർണിംഗ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. വെളിപാട് പുസ്തകം 2:2 ജെസബൽ എന്ന കള്ളപ്രവാചകിയെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. അതേപോലെ വെളിപാട് പുസ്തകം 3:2-4 ഒക്കെ നമ്മൾ ഇങ്ങനെ പല വാർണിംഗ് 3:9 നമുക്ക് കാണാം. മുന്നോട്ട് പോണേ. അങ്ങനെ നിങ്ങൾ പിന്നീട് വെളിപാട് പുസ്തകം പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വെളിപാട് പുസ്തകം 3:15 മുതൽ 17 വരെ കണ്ടോ. അവിടെയാണ് എന്താ പറയുന്നത്, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാന്മാരായ ആൾക്കാർ ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന ഒരു സംഭവം അത്. അപ്പം ഇനിയിപ്പം നമുക്കിപ്പോൾ ആ ഒരു ചിത്രം നോക്കാം. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2000 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒന്നുമില്ലായ്മ വന്നപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? കള്ള അപ്പോസ്തലന്മാരുണ്ട്, തെറ്റായ പഠിപ്പിക്കലുകളുണ്ട്, ബാലാമിൻ്റെ ഉപദേശമുണ്ട്, നിക്കൊലോവിയരുണ്ട്, സാത്താൻ്റെ പള്ളിയുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്, ശീതോഷ്ണവാന്മാരുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ വന്നു സഭയെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ 2000 വർഷം കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് എന്ത് സംഭവിച്ചു? ഒന്നുമില്ലാതായി. ഇപ്പം നമ്മൾ എത്രയാണ് കണ്ട്? 96.6% മുസ്ലിംസാണ് അവിടെ. ഇതിനെ നമുക്ക്, അടുത്ത സ്ലൈഡ്, ഇതിനെ നമുക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥ ഇന്ന് നമ്മൾ ടർക്കിയിൽ കണ്ടത് നാളെ നമുക്കും സംഭവിച്ചുകൂടെ? അല്ലേ? നമ്മുടെ നാട്ടിൽ ടർക്കിയിലൊക്കെ വന്നതിൻ്റെയൊക്കെ കുറേ കഴിഞ്ഞാണല്ലോ നമ്മളിവിടെ വളരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് സംഭവിക്കാമോ എന്നാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥയെ, സഭകൾക്ക് വന്നിരിക്കുന്ന ഈ മൂല്യച്യുതിയെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ദൈവവചനം നമ്മളോട് അതിനെക്കുറിച്ച് പറയുന്നത്? ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം അപ്പോസ്തലപ്രവൃത്തി 20:26-27 വരെ. അവിടെ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തി 20:26-27 വരെ. അവിടെയാണ് ഇതിനുള്ള മരുന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന പൗലോസ് പറഞ്ഞു ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആ ഇംഗ്ലീഷ് പ്രസൻറ്റേഷനിൽ നോക്കിയാൽ പൗലോസ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു അല്ലേ? ഇനി വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 20:29-31 വരെ നമ്മൾ നോക്കിയാൽ എന്താണ് അവിടെ കാണുന്നത്? 31 മാത്രം വായിച്ചാൽ മതി. അപ്പോസ്തലപ്രവൃത്തി 20:31. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളു. ബുദ്ധി പറഞ്ഞു തന്നു എന്നാണ് പറയുന്നത് അവിടെയും ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ? പൗലോസ് എന്താണ്? വചനം ജനങ്ങളെ പഠിപ്പിച്ചു. ഇനി അപ്പോസ്തലപ്രവൃത്തി 20:32 എന്താ പറയുന്നത്? നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കൃപയുടെ വചനം നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:16
മലയാളത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവിടെ വചനം പ്രമാണിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ വചനം മുറുകെ പിടിക്കാനാണ് പറഞ്ഞത്. ദൈവവചനം മുറുകെ പിടിക്കാനാണ് പറഞ്ഞത്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് എന്താ പറഞ്ഞത്? മത്തായി 28:19-20 എന്താ പറഞ്ഞത്? ആകയാൽ പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവിൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതെല്ലാം അവരെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കണം എന്നുള്ള കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇതിനെ മുഴുവൻ ഇടിച്ചു കളയണമെങ്കിൽ നമുക്ക് ഒരു മരുന്നേ ഉള്ളൂ. എന്താണത്? ദൈവവചനം. ദൈവവചനം വെറുതെ വായിക്കുകയല്ല, അത് ക്രമമായിട്ട് നമ്മൾ പഠിക്കുകയും നമ്മുടെ മരണം വരെ അത് തുടരുന്ന ഒരു പ്രോസസ്സായിട്ട് നിലനിന്നാലേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന നമ്മുടെ തലമുറ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്ക്, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വേറെ ആരൊക്കെയോ വരും, അല്ലേ? ഈ സഭയിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർക്ക് നമ്മൾക്കറിഞ്ഞ വചനം, നമുക്കറിഞ്ഞ വചനം നമ്മളുടെ മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് എത്തുമോ? ഇല്ല. ഇപ്പം നമ്മൾക്ക് ചിന്തിച്ച് നോക്കാം. നമ്മളിപ്പം ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരെ കണ്ടിട്ട് പോയി ആരെങ്കിലും പഠിക്കുമോ? അവർ ചെയ്യുന്ന സർജറി നോക്കി പഠിക്കുമോ ആരെങ്കിലും? ഇല്ല. എൻ്റെ അമ്മ ഡോക്ടറാന്ന് പറഞ്ഞുകൊണ്ട് മോള് ഡോക്ടറാവോ? ഇല്ല. അവർ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത്രയും ഭയങ്കരമായ പൈശാചികമായ ഈ ലോകത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ, ഇപ്പോൾ അവിടെ ആ ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്ലൈഡിലേക്ക് ഒന്ന് പുറകെ പോയിക്കോനെ. അപ്പോൾ അവിടെ കണ്ടോ നിങ്ങൾ, അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? പ്ലൂറലിസം. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? എല്ലാ ദൈവങ്ങളും ഒന്നാണ്, അല്ലേ? പിന്നെന്താ? ആർക്കും എന്തും ആകാം. ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ആണാണോ പെണ്ണാണോ എന്ന് അറിയാത്തൊരു അവസ്ഥ. അതാണ് ഞങ്ങൾ പുറം രാജ്യങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത്. തെറ്റായ പഠിപ്പിക്കലുകൾ അവിടെയും വരുന്നു, ശീതോഷ്ണവാന്മാർ അവിടെയും വരുന്നു. ലോകപരമായിട്ട് ജീവിക്കാൻ മെറ്റീരിയലിസം, അതായത് സാധനങ്ങളോടുള്ള ഇഷ്ടം വരുന്നു. ഇതെല്ലാം നമ്മുടെ മക്കൾ ഇതിനകത്ത് കൂടിയൊക്കെയാണ് പോകുന്നത്. ഇനി വരുന്ന കാലത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് തീരുമാനമാവുന്നത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ദൈവവചനം ക്രമത്തിൽ പഠിക്കണം, പ്രോപ്പർലി പഠിക്കണം. അതിനുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അടുത്ത സ്ലൈഡ്. അവിടെ നമുക്ക് കാണാം ഞങ്ങളുടെ ഈ BE എന്ന് പറയുന്ന മിനിസ്ട്രിക്ക് ഒരൊറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ദർശനം ഇതാണ്, 2 തിമോത്തിയോസ് 2:2. അതൊന്ന് വായിക്കാമോ സിസ്റ്ററെ? 2 തിമോത്തിയോസ് 2:2 പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ വിശ്വസ്ത മനുഷ്യരെ വചനം പരമേൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പാസ്റ്റർ പറഞ്ഞ BTH അളമാറയിൽ വെക്കുന്നതിനുള്ള വേറൊരു സൊല്യൂഷനായിട്ടാണ് പാസ്റ്റർ വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയുള്ളൂ, പക്ഷെ നമ്മുടെ പ്രധാന ഉദ്ദേശം നമ്മൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഈ ലാസ്റ്റ് സ്ലൈഡിൽ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ഇന്ന് ലോകത്തിന് ഒരു സക്സസ്ഫുൾ ചർച്ച് അല്ലെങ്കിൽ വളരെ സക്സസ് ആണ് ഒരു സഭ എന്ന് പറയാൻ വേണ്ടത് ഇതാണ്. എന്തൊക്കെയാണ് വേണ്ടത്? വലിയ കൂട്ടം, അല്ലേ? പിന്നെ ഒരു ലീഡറും അദ്ദേഹത്തെ നോക്കി കുറേ ആൾ നിൽക്കുന്നു. ഹീലിങ്ങും മിറക്കിൾസും, പല വലിയ ബിൽഡിംഗ്, ഭംഗിയുള്ള ചർച്ച്. ഇതാണ് ഇന്ന് ലോകത്തിലൊരു സക്സസ്ഫുൾ സഭ എന്ന് നമ്മൾ കാണുന്നത്. ശരിയല്ല ഞാൻ പറയുന്നത്? അല്ലേ? എത്ര ആളുണ്ട്? ശരിയല്ല വയ്ക്കുമ്പോൾ ആണെന്ന് പറഞ്ഞു. എത്ര പേരുണ്ട് ചർച്ചിൽ, അല്ലേ? നിങ്ങൾ പോണ ചർച്ചിൽ എത്ര പേരുണ്ട്? അതാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ സഭ നിലനിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വചനം വേണം. ഈ വചനം നമ്മൾ കൈമാറണം. ഇല്ലെങ്കിൽ നമ്മളിവിടെ ആരും സ്ഥിരമായിട്ടിരിക്കാൻ വന്നവരല്ല. നമ്മളെല്ലാവരും ഇവിടുന്ന് കടന്നു പോകുന്ന സമയത്ത് ടർക്കിയിലെ അവസ്ഥ നമുക്ക് വരാം. അവിടെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരല്ല സുവിശേഷീകരണം ചെയ്ത്. ആരാണ് ചെയ്തത്?
പൗലോസും പത്രോസും യോഹന്നാനും ഫിലിപ്പും എല്ലാവരും ചെയ്തു. ബർണബാസും ഒക്കെ പിസിദിയ പോയിട്ടുണ്ട്. അവരെല്ലാവരും ചെയ്തു. പക്ഷേ ഇന്ന് ഈ അവസ്ഥയാണെങ്കിൽ ഇത്രയും വാർണിംഗ് അപ്പോസ്തലന്മാർ തന്നിട്ടും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കും ഈ അവസ്ഥ വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ലോകത്തിൽ പല സ്ഥലത്തും പോകുന്നതും. ഞാനൊരു ചർച്ചിലെ മെമ്പറാണ്, എനിക്ക് അവിടെ ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മറ്റ് സഭകളിലേക്ക് വരുന്ന പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഇതൊക്കെ ഈ പ്രസൻറ്റേഷൻ ഞാൻ സ്വന്തം ചെയ്തതല്ല, ഇത് വളരെ റിസർച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുണ്ടായ പ്രസൻറ്റേഷനിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കട്ടെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാക്കിയതാണ്. ഇവിടെ പോയ ആൾ നമ്മളായിരിക്കുന്ന ബി എന്ന ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ഈ സ്ഥലങ്ങളിൽ പോയി പടമെടുത്ത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത തോട്ടം, അദ്ദേഹം ഈ സ്ഥലങ്ങൾ കണ്ട് റൂമിനകത്ത് വന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, കർത്താവേ ഇവരൊക്കെ ഇങ്ങനെ ചെയ്തെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആവുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം കൊടുത്ത ഉത്തരമാണിത്. അപ്പോൾ ഇത് നിങ്ങളോട് അറിയിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.